കർക്കിടകമൊക്കെ അല്ലേ, ഉലുവക്കഞ്ഞി ആയാലോ. പണ്ടില്ലേ, പണ്ടെന്ന് വെച്ചാൽ ഞാനെല്ലാം ചെറുപ്പത്തിൽ ഉലുവക്കഞ്ഞി എന്ന് കേട്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഉലുവ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന എന്തോ ഒരു തരം കഞ്ഞിയാണ്. പക്ഷെങ്കിൽ പിന്നെ കഴിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതങ്ങനെ ഒന്നല്ലടാ, ഇതിൽ ഒരുപാട് ധാന്യങ്ങളൊക്കെ ഉണ്ട്, ഇത് കഴിച്ചാൽ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പം ഞാൻ ചിന്തിച്ച പോലെ തന്നെ ഒരു പ്രാവശ്യമെങ്കിലുമൊക്കെ ചിന്തിച്ചവർ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ഉലുവക്കഞ്ഞി ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. അതിന് നമ്മൾ തലേദിവസം കുറച്ച് കാര്യങ്ങളൊക്കെ കുതിർത്ത് വെക്കണം. അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ കുതിർക്കാനിടുന്ന എല്ലാ സാധനങ്ങളും 2 ടേബിൾ സ്പൂണാണ്. വൻപയർ, ചെറുപയർ, മുത്താറി, ഉഴുന്ന്, പിന്നെ മുതിര. ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിൽ ഒന്നിച്ചിട്ട് വെക്കാം. ഇനി വേറൊരു പാത്രത്തിൽ നമുക്ക് കടല ഇടണം. നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന കടലയല്ലേ, ആ കടല. പിന്നെ വേറൊരു പാത്രത്തിൽ, ഇതിപ്പോൾ പറഞ്ഞു ഒരുപാട് പാത്രമായി പോയല്ലേ, അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വേറൊരു പാത്രത്തിൽ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്ര വേണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കുറച്ചിട്ട് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും പാത്രങ്ങൾ എടുക്കാൻ കാരണം കടല നമ്മൾ കുതിർത്തിട്ട് തോല് പൊക്കിയിട്ടാണ് എടുക്കുന്നത്. അതേപോലെ തന്നെ ഉലുവ കുതിർത്തിട്ട് ആ വെള്ളത്തോടെ കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ബാക്കി ധാന്യങ്ങളോടുകൂടെ ഇട്ട് കൊടുത്താൽ ഈ പരിപാടി രണ്ടും നടക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് 3 പാത്രങ്ങളിലാക്കിയിട്ട് കുതിർത്ത് വെച്ചത്. പാത്രം ആരും മൈൻഡ് ചെയ്യണ്ട, പാത്രം കുറച്ച് ചെറുതായിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ രാവിലെ ഉലുവക്കഞ്ഞി ഉണ്ടാക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ചെയ്യേണ്ട കാര്യങ്ങളാണ്. 2 ടേബിൾ സ്പൂൺ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചോറ് വെക്കാനൊക്കെ എടുക്കുന്ന മറ്റേ നെല്ലൂത്തേരിയില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് നുറുക്ക്, വലിയ നുറുക്കാണേ, ചെറുതല്ല. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ കഴുകി എടുത്ത് വെക്കാം. ഇതിപ്പം നമ്മൾ ഇന്നലെ രാത്രി കുതിർത്ത് വെച്ച കടല. അപ്പം നമുക്ക് ചായ മാറ്റാം. കടല ഇതാ കടലപ്പരിപ്പായിട്ട് മാറിയിട്ടുണ്ട്. നല്ലപോലെ കുതിർന്ന് വന്നതിന് ശേഷം തോലൊക്കെ കളഞ്ഞു വെച്ചതാണേ. പിന്നെ നമ്മൾ ഉലുവയൊക്കെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതവിടെ നിൽക്കട്ടെ. ഇനിയിപ്പം നമുക്ക് വേണ്ടത് കുറച്ച് ജീരകവും കുറച്ച് എള്ളുമാണ്. ജീരകം ചെറിയ ജീരകവും എള്ള് കറുത്തെള്ളുമാണ്. ഇത് രണ്ടും 1 ടേബിൾ സ്പൂൺ അളവിൽ ഇതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നല്ലപോലെ കഴുകി അരിച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എള്ളിൻ്റെ അളവൊക്കെ വേണമെങ്കിൽ നമുക്ക് 1 ടേബിൾ സ്പൂണും കൂടെ കൂടുതൽ എടുക്കാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ കുക്കറിലാണ് ഉലുവക്കഞ്ഞി ഉണ്ടാക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കുടുക്കയിൽ ഉണ്ടാക്കാം. നമ്മൾ പണ്ട് കാലത്തൊക്കെ കുടുക്കയിലാണല്ലോ ഉലുവക്കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ ഇപ്പോൾ വേഗമാകാൻ വേണ്ടിയിട്ട് നമ്മളത് കുക്കറിലേക്ക് മാറ്റിയേ ഉള്ളൂ. കുടുക്കയിൽ വേണ്ടവർക്ക് കുടുക്കയിൽ ഉണ്ടാക്കാം. ഇനി അതല്ല എളുപ്പത്തിൽ വേണമെങ്കിൽ നമുക്ക് കുക്കറിൽ ഉണ്ടാക്കാം. 4 വിസിലിൻ്റെ ആവശ്യമുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഇന്നലെ നല്ലപോലെ കഴുകിയിട്ടാണ് കുതിർത്ത് വെച്ചത്. പക്ഷേങ്കിൽ ഇന്ന് രാവിലെ നമ്മൾ ഗോതമ്പ് നുറുക്കും അതേപോലെ തന്നെ നുറുക്കരി ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ വീണ്ടും നല്ലപോലെ കഴുകിയിട്ട് വെള്ളമൊക്കെ പോകി നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇന്നലെ കുതിർത്ത് വെച്ച ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ കുതിർത്ത് വെച്ച വെള്ളത്തോടു കൂടെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം നല്ലപോലെ കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചാണേ. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ജീരകവും ഉലുവയും രണ്ടും നല്ലപോലെ കഴുകി അരിച്ചതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കണം, അതിലെന്തെങ്കിലും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് കഴുകി ഒരു അരിപ്പയിലിട്ട് അരിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ തോല് പൊക്കി മാറ്റി വെച്ച കടലയില്ലേ, ആ കടല ധാന്യങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. 2 കപ്പ് വെള്ളം ഇതിന് കറക്റ്റാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് ഒരുപാടൊന്നും ഇട്ട് കൊടുക്കരുത്, കുറച്ച് ഒരു നുള്ളുപ്പ് മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതാ ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുക്കറിൽ വെച്ചിട്ട് നമുക്ക് 4 വിസിലാകുമ്പോൾ ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഒരു 4 വിസിലാകുമ്പോൾ കുക്കർ ഓഫാക്കാം. എന്നിട്ട് നല്ലപോലെ പ്രഷറൊക്കെ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എന്നതിന് ശേഷം നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ തുറന്നു നോക്കിയ സമയത്ത് എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ വെന്ത് വരാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഇന്നലെ കുതിർത്ത് വെച്ച സാധനങ്ങളായതുകൊണ്ട് 4 വിസിലിന് തന്നെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് വെല്ലമാണ് ഇട്ട് കൊടുക്കേണ്ടത്. വെല്ലം എന്ന് പറഞ്ഞാൽ ശർക്കരയാണേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉരുക്കി വെച്ച വെല്ലം ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിപ്പോൾ രാവിലെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഒന്നിച്ച് ഒരുപാട് വെല്ലം ഉരുക്കി വെച്ചിട്ട് അതിൽ നിന്ന് ആവശ്യത്തിനുള്ളത് എടുത്ത് ഒഴിച്ചു കൊടുക്കുക വേണ്ടത്. നമ്മൾ ഉരുക്കാത്ത വെല്ലമാണെങ്കിൽ ഒരു 2 ആണി 3 ആണി വെല്ലമൊക്കെ മതിയാകുമായിരിക്കും. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചും നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടും വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചില ആളുകൾ മധുരം ഇടാണ്ട് കഴിക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ഞാൻ അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല. അപ്പം നമ്മൾ ഉരുക്കിയ വെല്ലമാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ വെല്ലം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കണം. അങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ വെല്ലം
ഇതേപോലെ ഉരുക്കി ഒഴിക്കുന്നതുകൊണ്ട് തന്നെ മധുരം നല്ലപോലെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് നേരം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഉരുക്കാത്ത വെള്ളമാണെങ്കിൽ ഈ വെള്ളം അലിഞ്ഞ് ചേരുന്ന ആ ഒരു സമയമല്ലേ, ആ സമയം കൊണ്ട് തന്നെ മധുരമൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ടാവും. നമ്മളിപ്പോൾ സൂക്ഷിച്ച് നോക്കിയാൽ ചെറിയൊരു തിള വരുന്നത് പോലെ കാണാം. ഈ ഒരു സമയത്ത് വേണം നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ അത്യാവശ്യം വലിയൊരു അരമുറി തേങ്ങ, അതായത് ഒരു വലിയ തേങ്ങേൻ്റെ പകുതി. അപ്പോൾ ആ വലിയ തേങ്ങേൻ്റെ പകുതിൻ്റെ പാലെടുത്താണ് ഇത് നല്ല കട്ടിപ്പാലാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ ആ തേങ്ങാപ്പാലിൽ നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് വരണം. എന്നതിന് ശേഷം, അതായത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് പതയ്ക്കാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ചൂടാവാനേ പാടുള്ളൂ. അപ്പോൾ ഒന്ന് ചൂടായിട്ട് വന്നാൽ നമുക്ക് അപ്പോൾ തന്നെ ഓഫാക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണമെന്നൊന്നുമില്ല. ഈ സമയത്ത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അപ്പോൾ തന്നെ ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇതും സൂക്ഷിച്ച് നോക്കിയാൽ ചെറിയ തള വരുന്നത് കാണാം. അപ്പോൾ നമുക്ക് ഈ സമയത്ത് തന്നെ ഓഫാക്കി കൊടുക്കാം. ഇനി ഇതവിടെ നിൽക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് വറുത്തിടണം, അതായത് താളിച്ചിടണം എന്നൊക്കെ പറയൂലേ, അതന്നെ. അപ്പോൾ ഇതാ ഒരു ചീഞ്ചട്ടിയിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒരു ടേബിൾ സ്പൂണൊക്കെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നെയ്യ് അല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. പക്ഷേങ്കിൽ നെയ്യ് ഉപയോഗിക്കുന്നത് ആയിരിക്കും കൂടുതൽ നല്ലത്. കാരണം നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റും സ്മെല്ലൊക്കെ ഉണ്ടാവുക നമ്മൾ ഈ നെയ്യ് ഉപയോഗിക്കുമ്പോൾ തന്നെയായിരിക്കും. ഇനി നമ്മൾ നെയ്യ് നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 3-4 ചെറിയുള്ളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടതാണ്. ഈ ചെറിയുള്ളി ഈ നെയ്യിലിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയുള്ളീൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമുക്കിത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഉലുവക്കഞ്ഞിയില്ലേ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ. വളരെ സിമ്പിളായിട്ട് നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിക്കാണ് ഉലുവക്കഞ്ഞി ഉണ്ടാക്കുക. ഇതിപ്പോൾ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന രീതിയാണ്. ഉലുവക്കഞ്ഞി ഈ കർക്കിടക മാസത്തിൽ ഒരുവിധം എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും കഴിക്കണം. ഇതിപ്പോൾ കർക്കിടക ഏകദേശം പകുതിയായി. വീഡിയോ ഇപ്പോഴേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ, കാരണം ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും കഞ്ഞി ആയിട്ടുണ്ടാവും. അപ്പോൾ അത്രയും രാവിലെ ഉണ്ടാക്കി വെക്കാറുണ്ട്. ശരീരത്തിന് അത്രയും നല്ലതാണ്. അപ്പോൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി കഴിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ.